ഗർഭചിത്ര വിവാദം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിടുന്നത്. നമുക്കറിയാം, പല ലൈംഗിക ആരോപണ വിവാദങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. പല സ്ത്രീകളെ ഒരേ സമയം പല രീതിയിൽ ദുരുപയോഗം ചെയ്തതിന്റെ കഥകളാണ്, വിവരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുകയും പിന്നീട് ഗർഭഛിദ്രത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ അത്തരം കടുത്ത ആരോപണങ്ങൾ അടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നു കോൺഗ്രസ് എന്നതാണ് ഇപ്പോൾ ചിത്രം. നേരത്തെ പെട്ടെന്ന് നടപടികൾ എടുത്തു, അത് കോൺഗ്രസിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിച്ച ആളുകൾ തന്നെ പ്രത്യേക സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രാഹുൽ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. മാത്രവുമല്ല, വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ പോലും ഉള്ളപ്പോഴും ഇറങ്ങിക്കളിച്ചുകൊണ്ട് നേതാക്കളെ നേരിൽ കണ്ടുകൊണ്ട് തന്റെ ഭാഗം വിശദീകരിച്ച് അവരെ ഒപ്പം നിർത്താനുള്ള വലിയ ശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എതിർപ്പുകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത്. അതിനെ തള്ളിപ്പറയാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറിച്ച് നേരത്തെ തള്ളി പറഞ്ഞിരുന്നവർ പോലും ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്ന അശ്ലീലകരമായ കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അതിൽ ഇന്നലെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരനാണ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കരുതുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ താൻ അന്വേഷിച്ചു, അയാൾ നിരപരാധിയാണ്, കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല, രാഹുൽ പാർട്ടിയിൽ സജീവമാകണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്. താൻ മുൻ KPCC പ്രസിഡന്റ് ആണ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അല്ല എന്ന കാര്യം പോലും അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസ് ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്ന ഒരു ക്ലീൻ ചിറ്റ് തന്നെയാണ് രാഹുലിന് K സുധാകരൻ കൊടുത്തിരിക്കുന്നത്. വ്യക്തിപരമായി നൽകുന്ന ക്ലീൻ ചിറ്റ് എന്നതിന് പകരം ഇതൊരു കോൺഗ്രസ് പാർട്ടിയുടെ ക്ലീൻ ചിറ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കാനാണ് KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാഷ്ട്രീയമായി നടന്ന കൊലപാതകത്തെ പോലും ഏത് രീതിയിൽ പിന്തുണച്ച് സംസാരിച്ച വ്യക്തിയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് K സുധാകരൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കയ്യടി കിട്ടാൻ രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ പലതും കടത്തി പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ രീതിയിൽ അങ്ങേയറ്റം മ്ലേച്ഛമായ ഒരുപാട് സ്ത്രീകളെ ഈ രീതിയിൽ ദുരുപയോഗിച്ച, അവരെ ഭീഷണിപ്പെടുത്തിയ, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു MLA എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് പറയുകയല്ല, അയാൾ കൂടുതൽ സജീവമാകണം, നിരപരാധിയാണ് എന്ന് വിധി എഴുതുകയാണ് K സുധാകരൻ ചെയ്തത്. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പിന്നെന്താ, സജീവമാക്കണം, സജീവമായി രംഗത്ത് വരണം. അവൻ കഴിവും പ്രാപ്തിയുള്ളൊരു നേതാവാണ്, ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്, ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. അവനെ വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഏറ്റവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്ത് പാർട്ടിക്ക് തന്നെ നടപടിയെടുത്ത് പുറത്തു നിർത്തേണ്ടി വന്ന ഒരാളെ കുറിച്ചാണ് KPCCയുടെ മുൻ അധ്യക്ഷൻ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളോടുള്ളത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. എന്തായാലും K സുധാകരൻ ഈ നിലപാടെടുക്കുമ്പോൾ പോലും കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് എടുത്തവരുണ്ട്, ഇപ്പോഴും ആ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തണം, തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി പോകുന്നത് തിരിച്ചടിയാകും എന്ന നിലപാടുള്ളവരുണ്ട്. പക്ഷേ അവർക്ക്
രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ഈ കളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ എന്ന സംശയം നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനോട് ഇന്ന് കെ. സുധാകരന്റെ ഈ അഭിപ്രായത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത്, ഒരു വിഷയത്തിൽ രണ്ട് നടപടി എടുക്കാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ CPM ശബരിമല വിഷയം മറച്ചു പിടിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു സംഭവം വീണ്ടും കൊണ്ടുവരുന്നത്. ഇത് പഴയ സംഭവമല്ലേ എന്ന് ചോദിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്തത്. ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുത്തതാണ്. ഒരു കാര്യത്തിൽ 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനും വേണ്ടിയിട്ടും മനഃപൂർവ്വമായി ചെയ്യുന്ന ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് ഇനി അതിന്റെ പുറകെ കൂടാ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കെണിയിൽ ഞങ്ങൾ വീഴും. ഇപ്പോൾ നടപടിയെടുത്തു എന്ന് നേതാക്കന്മാരെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങൾ ആ നടപടി എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നടപടി 2 തവണ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ആ നടപടി? ഇപ്പോഴും MLA ആയി വിലസുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്രവുമല്ല, പാർട്ടി വേദികളിൽ എത്തുകയാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. പാലക്കാട് ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും തനിക്ക് വേണ്ടി അധ്വാനിച്ചവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഡിസംബർ 11 വരെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും, പ്രചരണ രംഗത്തുണ്ടാകും എന്ന് വെല്ലുവിളിയോടുകൂടി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എവിടെയാണ് നടപടിയെടുത്തത്? എന്ത് നടപടിയാണ് എടുത്തത്? നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത ഒരാൾ ഇങ്ങനെയാണോ പാർട്ടിയുമായി സഹകരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ സഹകരിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആരാണ്? അപ്പോൾ പറയും അക്കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് KPCC അധ്യക്ഷനാണ്. KPCC അധ്യക്ഷനാണ്, അദ്ദേഹത്തിന്റെ ചുമതല. പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും KPCC അധ്യക്ഷനാണെന്ന് പറയുമ്പോൾ ആ അധ്യക്ഷന്റെ നിലപാട് എന്താണ് എന്നത് കൂടി നമ്മൾ കാണണമല്ലോ. സണ്ണി ജോസഫിന്റെ പ്രതികരണം കേൾക്കാം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആ നിലയിലാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. പിന്നെ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് സ്വോട്ട് എടുത്തല്ലോ. ആ കേസിന്റെ അന്വേഷണം അവിടെ എത്തിയിട്ടില്ല. അല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തി. അപ്പോൾ ഈ രീതിയിൽ മയപ്പെട്ട നിലപാടാണ് KPCC അധ്യക്ഷന് എടുക്കാനുള്ളത്. MLA എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണോ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുന്ന രാഹുലിനുള്ളത് എന്ന ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ടോ KPCC അധ്യക്ഷന്? എന്തായാലും ആ രീതിയിൽ കണ്ണടച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരും വിചാരിക്കുന്ന കാര്യമേ നടക്കുകയുള്ളൂ പാർട്ടിയിൽ എന്നതാണ് അവസ്ഥ എന്ന് വിശ്വസിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ അല്പമെങ്കിലും മുൻ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയാതെ വയ്യ. കെ. സുധാകരൻ ഉൾപ്പെടെ ഉള്ളവർ ഇരുന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ കെ. സുധാകരൻ കൂടി ഉൾപ്പെടുന്നവർ എടുത്ത തീരുമാനമാണ് എന്നത് കെ. സുധാകരനെ ഓർമ്മിപ്പിക്കുകയാണ് ആ വാചകത്തിലൂടെ രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത്. രാഹുൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, പരിശോധിക്കേണ്ടത് KPCC ആണ് എന്നതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രാഹുലിന്റെ ഓഡിയോ സന്ദേശം കേട്ടിട്ടില്ല എന്നും കേൾക്കേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ അത് എന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അത് കേൾക്കേണ്ടതല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ആ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനകളായി തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണാം. KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എല്ലാ ആളുകളും ഏകകണ്ഠമായി എടുത്ത, സുധാകരൻ അടക്കം എല്ലാവരും ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അത് പുനഃപരിശോധിക്കേണ്ടത് KPCC ആണ്, KPCC പ്രസിഡന്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പരിപാടി പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. അപ്പോൾ KPCC അധ്യക്ഷനാണ് നിലപാട് സ്വീകരിക്കേണ്ടത്, അല്ലെ KPCC ആണ് അക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ
കെ.സി. വേണുഗോപാലും പറഞ്ഞത് ഇതേ നിലപാട് തന്നെയാണ്. പാർട്ടി നടപടിയെടുത്തതാണ്, പിന്നീട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് കെ.പി.സി.സി നേതൃത്വമാണ് എന്നതാണ് കെ.സി. വേണുഗോപാലും ചോദിക്കുന്നത്. അപ്പോൾ ആ കെ.പി.സി.സിക്ക് മേളിൽ വേറെ ആരെങ്കിലും തീരുമാനിക്കുന്നവർ ഉണ്ടോ എന്നതാണ് ഈ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്. കെ.സി. വേണുഗോപാലിന്റെയും ഷാഫി പറമ്പിലിന്റെയും വലിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ തിരിച്ചുവരവിനും ഇപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ചു പോലും പാർട്ടി പരിപാടികളിലും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും നിൽക്കുന്നതിലും ഉള്ളതെന്നത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ നേതൃത്വത്തെ ചൂണ്ടി രാഹുലിന് സ്വയം വിഹരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ഈ നേതാക്കൾ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണിക്ക് ഉള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്. PMA സലാം ഇക്കാര്യത്തിൽ പറയുന്നത് മുകേഷിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊല്ലത്തിറങ്ങാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഇറങ്ങിക്കൂടാ എന്നൊരു ചോദ്യമാണ് PMA സലാം ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചത്. കൊല്ലത്ത് മുകേഷ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ LDFിന് വേണ്ടി രാഹുലിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു കൊണ്ട് കേസില്ല. മുകേഷിന്റെ പേരിൽ FIR ഉണ്ട്, കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോൾ പാർട്ടിയിലുമുണ്ട്, മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോ ഇതാണ് മുസ്ലിം ലീഗിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. ഇടതുപക്ഷം ചെയ്യുന്നതൊക്കെ ചെയ്യാനാണ് എങ്കിൽ ഞങ്ങൾ നടപടിയെടുത്തല്ലോ, ഞങ്ങൾ കേമന്മാരാണല്ലോ എന്ന് പറയേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കേമത്തരമുണ്ടെന്ന അവകാശവാദവും വേണ്ടല്ലോ എന്നതാണ് അതിനോട് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് ആവർത്തിക്കുക എന്നതാണോ ചെയ്യേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിൽ ഒരു മനുഷ്യന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? സമൂഹത്തെ പോലും പേടിയില്ലാതെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്ന് തോന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധൈര്യം കണ്ടാൽ. മാധ്യമങ്ങളോടാണ് ചോദ്യം, മാധ്യമങ്ങളോടാണ് പഴി, മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കാനാണ് ഈ അവസരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം ചെലവഴിക്കുന്നത്. എന്തായാലും നേതാക്കന്മാരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും തങ്ങൾക്കൊപ്പം നിർത്താനുമുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാർട്ടി പരിപാടികളിൽ ഒന്നും താൻ പങ്കെടുക്കുന്നില്ല, തന്നെ MLA ആക്കാൻ അധ്വാനിച്ചവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രചാരണം നടത്തുന്നതെന്നാണ് രാഹുലിന്റെ പ്രതികരണം. ഡിസംബർ 11 വരെ പ്രചാരണം തുടരുമെന്ന് രാഹുൽ പറയുന്നു. ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ പറഞ്ഞത് താൻ കേട്ടിട്ടില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തോടുള്ള പ്രതികരണം. തനിക്കെതിരെ പറയുന്നതൊന്നും കേൾക്കില്ല, താൻ പ്രചാരണ രംഗത്ത് സജീവമാണ്, ഇനി അത് ആരെതിർത്താലും ഡിസംബർ 11 വരെ അവിടെ ഉണ്ടാകും എന്നൊരു സന്ദേശം എല്ലാവർക്കുമായി നൽകുകയാണ് രാഹുൽ. സുധാകരേട്ടൻ എന്റെ നേതാവാണ്, ശ്രീ കെ.സി. വേണുഗോപാൽ എന്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ്, ശ്രീ VD സതീശൻ എന്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാമെന്ന്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്ന എന്താണ്, അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. ഇതുവരെ ആ ശബ്ദം തൻ്റേതല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴും വന്ന ശബ്ദരേഖയിൽ ഏതൊക്കെ തരത്തിലുള്ള ഭീഷണിയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഒരു ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതിലുണ്ടായിരുന്നത് എന്നത് ചോദ്യമാണല്ലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ ജയിപ്പിച്ചവരെ ജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. ഈ രാഹുൽ പിടിക്കുന്ന വോട്ട് വേണമോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ സ്ഥാനാർത്ഥികളുമാണ്. ഇയാൾ പിടിക്കുന്ന വോട്ട് കൊണ്ട് ജയിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ ഒരാൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ആ വോട്ട് അവർക്ക് കൊടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോ മനുഷ്യരുമാണ്, ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഇങ്ങനെയുള്ളവർക്ക് വളവും വെളിച്ചവും ഒന്നും ആകാൻ നമ്മുടെ വോട്ട് പാഴാക്കി കളയരുത് എന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. അതൊരു സന്ദേശമാകണം. എന്തായാലും
പാർട്ടി പരിപാടികളിലല്ല, എൻ്റെ ഉത്തരവാദിത്തമാണ്, എന്നെ ജയിപ്പിച്ചവരെ ജയിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ ഇതുപോലെ മോശപ്പെട്ട ഒരു വ്യക്തി എനിക്ക് വേണ്ടി വോട്ട് തേടിയാൽ ഞാൻ ജയിക്കാനുള്ള എൻ്റെ സാധ്യത നഷ്ടപ്പെടുമെന്ന് കണ്ട് മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്തമാണ് ആ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും കാണിക്കേണ്ടത്, ആ പാർട്ടിയും കാണിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ പാർട്ടിയും ആ സ്ഥാനാർത്ഥികളും എല്ലാവരും കൊടുക്കുന്നത് തെറ്റായ സന്ദേശം മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.